നമ്മള് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റി തരുന്നേ മോളും ഒരു റീൽസ് അതിനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണേ. അതിനൊക്കെ റെഡി ആയി നമ്മള് പോവല്ലേ? അതിനോ മഞ്ഞുമല നമുക്ക് പോവല്ലേ? ഇജ്ജ് റെഡി അല്ലേ? മോളൂസ് റെഡി അല്ലേ? ഒക്കെ മഞ്ഞുമലക്ക് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കാണ് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മളിതാ എല്ലാരും മാറ്റിക്കൊണ്ടിരിക്കാണ്. മഞ്ഞ് നമ്മളെ ഇന്നത്തെ ഫസ്റ്റ് ഡേ ആണ്. ഇപ്പൊ 9:30 മണിയാകുമ്പോഴാണ് വണ്ടി വരുന്നത്. ഗേസ് ആദ്യം നമ്മൾ പോകുന്നത് ഒരു ദർഗയ്ക്കാണ് കേട്ടോ. വലിയൊരു മസ്ജിദാണ്. കെട്ടായി ചിലപ്പോ പൊട്ടിപ്പോ. അടുത്താണത് വരുന്നേ. ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ 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 വാ. നമ്മളെല്ലാരും ഫുഡ് കഴിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. ഫുഡൊക്കെ റെഡിയായി. ഫുഡൊക്കെ അടിപൊളി ഫുഡാണ് കേട്ടോ. ഒന്നും പറയാനില്ല. നമുക്ക് വേണ്ടിയ മാതിരി വീട്ടിലുള്ള ബ്രെഡ് പൂരി ജാമല്ല വേറെന്താ തരും. പിന്നെ ഇതുണ്ട് പായസം ഉണ്ട് കേട്ടോ. അതാ ഇവിടുത്തെ പായസം. അയ്യാൻ കടിച്ചതാ. എന്താ മറ്റേ സാധനം കഴിഞ്ഞ് ഒരു കട്ടിട്ട് കൊടുത്ത് കിട്ടുന്നുണ്ട്. നമ്മള് സനക്ക് എന്താണ്ടി പൂരിയാ? ബ്രെഡ് ആക്കിയാലോ? ബ്രെഡ് കോഴിമുട്ടൊക്കെ ഉണ്ട് പടച്ചോനെ. രാവിലെ തന്നെ കോഴിമുട്ടയും പാലും ഒക്കെ ഇട്ടിരിക്കുന്നത്. കോഴിമുട്ടൊക്കെ ഉണ്ട്. ആസറ എന്റെ പെണ്ണുങ്ങള് രാവിലെ തന്നെ കോഴിമുട്ടിയും പാലുവാ. ശീലായി പോയതാ. പോവാ സമയം ഓവറായി. സാനോ സമയം കഴിഞ്ഞിട്ടാ. ഇറങ്ങ 9 മണിക്കാട്ടോ വണ്ടി വരണേ. 9:30 ഇപ്പോ. പോവല്ല കളിയാ പോവല്ല. ഇതൊക്കെ ഞാന് സെപ്പറേറ്റ് അതിന്റെ ഇടയിൽ 3 ഉണ്ട്. വണ്ടി റെഡി ഉണ്ടോ? റെഡി പോവാ.
എന്താ ഇവിടെ തിരിക്കണേ? വണ്ടി അത് വന്നണ് ഇല്ല. ആ हाँ चेकआउट नहीं है इधर 5 आगे 2 गाड़ी है और एक पूरा इधर 3 गाड़ी है कश्मीर का आदमी हाय यूट्यूब में ओके हो गया सर. എന്താണ് ഇവർക്ക് അറിയില്ല. ഇവിടുത്തെ ഇതിന്റെ ആൾക്കാരല്ലേ, നമ്മളെ പാക്കേജിന്റെ ടീം വേറെയാണ്. നിങ്ങളെ മനസ്സിലാവിച്ചിട്ടോ, ഇത് ഫോട്ടോ അല്ല വീഡിയോ ആണ്. നമ്മളിതാ വണ്ടിക്ക് ഇങ്ങനെ കാത്തു കേട്ടോ. വണ്ടിക്ക് 9 മണിക്ക് പറഞ്ഞിട്ട് 9:30 വണ്ടി ഇതുവരെ എത്തിയില്ല. സൈഡ് അത് നമ്മളെ വണ്ടി റെഡിയാണ് കേട്ടോ. നമ്മളെ ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേ അടിയ പോലല്ല, നമ്മളെ ഫസ്റ്റ് ഡേ ആണ്. സ്റ്റാർട്ടിങ് ഇവിടെ മറ്റേ തീവ്രവാദികൾ ഇങ്ങനെയാണ്. വേറെ അതൊക്കെ ഐസോന്ന് കുറച്ച് കുറയില്ലേ. വീഡിയോ എടുത്തപ്പോ അതില് കയറൂല. അതിനാണ് ഇടുന്നത്. അതിനാണ് ഇടുന്നത്. അന്റെ പുയ്യാപ്പിളടിക്ക അതിനുള്ളിൽ കൂടെ ഒക്കെ വിടുന്നിട്ടോ പോക. നാട്ടിലിത് കാണണ്ട, എല്ലാരും പുകട്ടടക്കുക. ഏത് അത് എന്നോട് ആ ചെങ്ങായി ചുളിവില് വന്നിട്ട് സാധനം വാങ്ങുന്നു. സാധനം എന്താന്ന് ആൾക്കാര് ഞാനും വിചാരിച്ചു. അല്ല കുഞ്ഞാവ പൊകട് മോനെ പുതിയതാട്ടോ. ഞാൻ ഇത്ര സ്നേഹം കഴിഞ്ഞോ കെട്ടിയ ഒരു വട്ടം കെട്ടിയല്ല മുന്നേ തന്നെ വീഡിയോ. अस्सलाम वालेकुम. ठीक है. हुआ हो गया सब आ गए. പേരൂലേ ഈ ബാഗൊന്നും കണ്ടു. ബാഗിൽ അടുത്ത് മുന്നേ പോയി. ഇന്ന് മെയിനായിട്ട് നമ്മള് ഷിക്കാര റൈഡാണ് കേട്ടോ. തൊടിയിലൊക്കെ ഇങ്ങനെ അല്ലേ അതെ കൊണ്ടേ പോലെ നോക്ക് നപ്പുവാ.
ഫുള്ള് കാശ്മീരാണ്. കാശ്മീർ എത്തിക്കണേ, മഞ്ഞി കളിക്കാനാണ്. കാശ്മീർ ഇതെന്താ ഇവിടെ വെള്ളമൊക്കെ ഐസായിട്ട് കേട്ടോ. ഐസിലിങ്ങനെ ഉറച്ചെടുക്കാൻ നല്ല രസമുള്ള കാഴ്ചകളുണ്ട്. അവ മൊത്തമായിട്ട് ഐസായിട്ട് വെള്ളമൊക്കെ ഐസായിട്ട് ഇങ്ങനെ കിടക്കുക. കുറച്ച വെള്ളമൊക്കെ ये भी डाल लेके सोडा തോണിയൊക്കെ ഐസിൽ ഉറച്ചെടുക്കുക. ഇത് അനങ്ങൂലല്ലോ ഇനി നീങ്ങോ പാലത്തിന്റെ മേലൊക്കെ ഐസ. ഒന്ന് ഫസ്റ്റ് നമ്മൾ ഷിക്കാര റൈഡ് കേട്ടോ. നമ്മള് ഷിക്കാര റൈഡ് നമ്മള് ചളിയിലും ചവിട്ടല്ലേ ഏതുള്ളൂ. അത് കുറച്ച് കഴിഞ്ഞ ഐസ് കാല് മടങ്ങൂലെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ പോണ വഴിക്ക് നമ്മളൊരു മാർക്കറ്റ് കേട്ടോ, ഇക്ബാൽ മാർക്കറ്റ് പറഞ്ഞൊരു വലിയൊരു മാർക്കറ്റാണ്. ഇവിടെയാണ് മസ്ജിദ്. അത് രണ്ടും നമുക്കിപ്പോൾ കാണാം. മസ്ജിദ് എൻ്റെ ഉള്ളിൽ ഫുള്ള് തേക്കിൻ്റെ ഒക്കെ പണിത്തരം കൊണ്ട് അതാ ജമാ മസ്ജിദ് ഉള്ളൊക്കെ ഡിസൈൻ ചെയ്ത മസ്ജിദാണെന്ന് പറഞ്ഞു. ഫുള്ള് തൂണുകളൊക്കെ ആണെന്നാണ് പറഞ്ഞത്. ഏതായാലും നമുക്കൊന്ന് കയറി നോക്കാം. ഇവിടുന്ന് ഫോട്ടോ എടുപ്പിച്ച് അങ്ങോട്ട് പോണേ. ആവാ കോച്ച് പിടിച്ചു കഴിഞ്ഞാ പിന്നെ കേരളം ചെറുപ്പായിപ്പോഴേ ഇവിടെ കണ്ടുവന്നിട്ട് വെച്ചാൽ അതെ നമ്മളാ ബൈക്ക് കിട്ടുക.
നിങ്ങൾ വിചാരിച്ചൊന്നും കിട്ടില്ല, ഇവലൊക്കെ ഇവിടെ വായിച്ചാലില്ല. ഇതാണ് കേട്ടോ പള്ളീൻ്റെ മെയിൻ കവാടം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മസ്ജിദ് കേട്ടോ. വാതിലിൻ്റെ മെയിൻ വാതിലൊക്കെ കണ്ടില്ലേ, നല്ല തേക്കിൻ്റെ കൊത്തുപണികളൊക്കെ ചെയ്ത് കണ്ടുണ്ടാക്കി കേട്ടോ. സാനോ ഇതാണ് പള്ളീൻ്റെ നടുമുറ്റം. നല്ല വിശാലമായിട്ടുള്ള നടുമുറ്റാട്ടോ. കണ്ടില്ലേ, തൂണുകൾ കൊണ്ട് നിറഞ്ഞെടുക്കുക ഒക്കെ തേക്ക. സീലിങ്ങൊക്കെ കൊത്തുപണികളൊക്കെ ചെയ്ത് കണ്ട് നല്ല അടിപൊളിയാക്കി, അതിമനോഹരമായിട്ടുള്ള ഇവിടെ വാടി. അന്നേരം പപ്പം ചെല്ലും. രാവിലെ ഞാൻ ഒന്നോട് പറപ്പിച്ചരാം. സാനോ ഒന്നോടെ പറപ്പിച്ചരാം. കുറച്ച് ഫോട്ടോസ് കുറച്ച് അവിടെ പോയി. ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ ഖബർസ്ഥാനിയാണ് കേട്ടോ കാണുന്നത്. ഖബർസ്ഥാനിയൊക്കെ മഞ്ഞിൽ മൂടിക്കിടക്കുക. അത്യാവശ്യം നീളമുണ്ട്, വലിപ്പമുള്ള ഖബർസ്ഥാനി. ചെറിയ ചെറിയ മക്കാമൊക്കെ കാണുന്നുണ്ട്. സുലൈമാനുണ്ട്. ചെറിയ കുട്ടികളുടെ അല്ലേ, ചെറിയ കുട്ടികളുടെ. അങ്ങനെ നമ്മൾ നേരെ ഇനി ഇവിടുന്ന് പോകുന്നത് ശിക്കാര റൈഡിലേക്കാണ് കേട്ടോ. ചാട്ടി പ്രദേശം പള്ളിയാണല്ലോ.